ഫ്രണ്ട്സ്, സ്മാർട്ട് സ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പുതിയ SCERT 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ അധ്യായം വിശാല സമതല ഭൂവിൽ എന്ന പാഠഭാഗത്തിന്റെ രണ്ടാമത്തെ പാർട്ടാണ്. ആദ്യത്തെ പാർട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ഭൂപ്രകൃതി സവിശേഷതകളെ കുറിച്ചാണ്. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുള്ള പ്രളയ സമതലങ്ങൾ എന്താണെന്ന് നോക്കാം. പ്രളയ സമയത്ത് നദികൾ കരകവിഞ്ഞ് ഒഴുകുമ്പോൾ അവ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ ഇരുകരകളിലും നിക്ഷേപിക്കപ്പെട്ട് സമതലങ്ങൾ രൂപം കൊള്ളുന്നു. ഇങ്ങനെ പ്രളയ സമയത്ത് എക്കൽ നിക്ഷേപിച്ച് രൂപപ്പെടുന്ന സമതലങ്ങളായതിനാൽ ഇവയെ പ്രളയ സമതലങ്ങൾ എന്ന് വിളിക്കുന്നു. കൃഷിക്ക് ഏറെ അനുയോജ്യമായ ഇത്തരം പ്രളയ സമതലങ്ങളിലാണ് ലോക പ്രശസ്തമായ പല നദീതട സംസ്കാരങ്ങളും ഉടലെടുത്തത്. അപ്പൊ എന്താണ് പ്രളയ സമതലങ്ങൾ? പ്രളയ സമയത്ത് നദികൾ കരകവിഞ്ഞ് ഒഴുകുമ്പോൾ ഈ നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കല് ഇരുകരകളിലും നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊള്ളുന്ന സമതലങ്ങളാണ് പ്രളയ സമതലങ്ങൾ. ബാക്കി ഭാഗം നോക്കാം. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യൻ സമതലത്തെ വടക്ക് നിന്ന് തെക്കോട്ട് 3 പ്രധാന മേഖലകളായി തിരിക്കുന്നു. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യൻ സമതലത്തെ വടക്ക് നിന്ന് തെക്കോട്ട് 3 പ്രധാന മേഖലകളായിട്ടാണ് തിരിക്കുന്നത്. അവയാണ് ബാബർ, ടെറായ്, എക്കൽ സമതലങ്ങൾ. ഇവയുടെ ഓരോന്നിൻ്റെയും സവിശേഷതകൾ നമുക്കൊന്ന് പഠിക്കാം. സിവാലിക് പർവ്വതനിരയ്ക്ക് സമാന്തരമായി അതിൻ്റെ തെക്കുഭാഗത്ത് കാണുന്ന ഭാഗമാണ് ബാബർ. സിവാലിക് മലയടിവാരത്തിന് സമാന്തരമായി ചരിവ് അവസാനിക്കുന്നിടത്ത് നിന്നും ഏകദേശം 8 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഇടുങ്ങിയ ഭൂഭാഗമാണിത്. പർവ്വതഭാഗത്തു നിന്നും വരുന്ന നദികൾ കൊണ്ടുവരുന്ന ഉരുളൻ കല്ലുകളും പാറകളും നിക്ഷേപിക്കപ്പെട്ടാണ് ഈ സമതല ഭാഗം രൂപപ്പെട്ടിട്ടുള്ളത്. ഈ ഉരുളൻ കല്ലുകളുടെയും പാറകളുടെയും അടിയിലൂടെ നദികൾ ഒഴുകുന്നതിനാൽ നദികൾ ഈ ഭാഗങ്ങളിൽ ദൃശ്യമാകുന്നില്ല. ഇവിടെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാം. സിവാലിക് പർവ്വതനിരയ്ക്ക് സമാന്തരമായിട്ട് അതിൻ്റെ തെക്കുഭാഗത്ത് കാണപ്പെടുന്ന ഭാഗമാണ് ബാബർ. സിവാലിക് പർവ്വതനിരയ്ക്ക് സമാന്തരമായി അതിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ബാബർ. ബാബർ ഭൂപ്രദേശത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് 8 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെയാണ്. പർവ്വത ഭാഗത്ത് നിന്നും വരുന്ന നദികളൊക്കെ ഉത്ഭവിക്കുന്നത് പർവ്വത ഭാഗത്തു നിന്നാണ്. അപ്പം പർവ്വത ഭാഗത്തു നിന്ന് വരുന്ന നദികൾ കൊണ്ടുവരുന്ന ഉരുളൻ കല്ലുകളും പാറകളും നിക്ഷേപിക്കപ്പെട്ടാണ് ബാബർ സമതലം രൂപം കൊണ്ടിട്ടുള്ളത്. ഈ ഭാഗങ്ങളിൽ നദികൾ ദൃശ്യമാകാത്തതിന് കാരണം എന്താണ്? ഉരുളൻ കല്ലുകളുടെയും പാറകളുടെയും അടിയിലൂടെയാണ് നദികൾ ഒഴുകുന്നത്. അപ്പം പ്രതലത്തു നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ഭാഗത്ത് നദികൾ കാണാൻ കഴിയുന്നില്ല. ഇതവിടെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് ബാബർ മേഖലയാണ്. അവിടെ കാണുന്നുണ്ടല്ലോ, ഉരുളൻ കല്ലുകളും പാറകളും ഒക്കെയാണ് അവിടെ കാണുന്നത്. അപ്പോൾ അതിന് താഴെ കൂടിയാണ് നദികൾ ഒഴുകുന്നത്. ബാക്കി ഭാഗം നോക്കാം. ബാബർ മേഖലയ്ക്ക് സമാന്തരമായി ഏകദേശം 10 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെ വീതിയിൽ കാണപ്പെടുന്ന വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലങ്ങളാണ് ടെറായ്. ബാബർ മേഖലയിൽ അപ്രത്യക്ഷമാകുന്ന നദികൾ ഇവിടെ പുനർജനിക്കുന്നു. ടെറായ് മേഖലയിൽ സമ്പുഷ്ടമായ സ്വാഭാവിക സസ്യജാലങ്ങളും ധാരാളം ജീവിവർഗങ്ങളും ഉണ്ട്. ടെറായ് മേഖലയ്ക്ക് തെക്കായി പുതിയതും പഴയതുമായ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട സമതല ഭാഗമാണ് എക്കൽ സമതലങ്ങൾ. പഴയ എക്കൽ നിക്ഷേപങ്ങളെ ബംഗർ എന്നും പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്നും അറിയപ്പെടുന്നു. നിക്ഷേപണ ഭൂരൂപങ്ങളായ നദീജന്യ ദ്വീപുകൾ, മണൽ വരമ്പുകൾ, ഡെൽറ്റകൾ എന്നിവ ഈ മേഖലയുടെ സവിശേഷതകളാണ്. പിണഞ്ഞൊഴുകുന്ന അരുവികൾ, വലയങ്ങൾ, ഓക്സ്ബോ തടാകങ്ങൾ എന്നിവയും ഇവിടത്തെ സവിശേഷതകളാണ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ടെറായ് മേഖലയെയും എക്കൽ സമതലങ്ങളെയും പറ്റിയാണ് നമ്മളിപ്പോൾ വായിച്ചത്. ബാബർ മേഖലയ്ക്ക് സമാന്തരമായിട്ട് കാണപ്പെടുന്ന വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലങ്ങളാണ് ടെറായ്. ബാബർ മേഖലയ്ക്ക് സമാന്തരമായിട്ട് കാണപ്പെടുന്ന വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലങ്ങളാണ് ടെറായ്. ടെറായിൻ്റെ വീതി എന്ന് പറയുന്നത് ഏകദേശം 10 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെയാണ്. ബാബർ മേഖലയിൽ നദികൾ ഒഴുകുന്നത് എങ്ങനെയായിരുന്നു? ഉരുളൻ കല്ലുകളുടെയും പാറകളുടെയും അടിയിലൂടെയാണ് നദികൾ ഒഴുകുന്നത്. അപ്പം ബാബർ മേഖലയിൽ അപ്രത്യക്ഷമാകുന്ന നദികൾ ടെറായ് മേഖലയിലാണ് പുനർജനിക്കുന്നത്. ബാബർ മേഖലയിൽ കാണാത്ത നദികളെ ടെറായ് മേഖലയിലാണ് പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്.
ടെറായ് മേഖലയിൽ സമ്പുഷ്ടമായ സ്വാഭാവിക സസ്യജാലങ്ങളും ധാരാളം ജീവിവർഗങ്ങളും ഉണ്ട്. അടുത്തത് എക്കൽ സമതലങ്ങൾ. ടെറായ് മേഖലയ്ക്ക് തെക്കായിട്ട്, ടെറായ് മേഖലയുടെ തെക്ക് ഭാഗത്തായിട്ട് പുതിയതും പഴയതുമായ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട സമതലമാണ് എക്കൽ സമതലങ്ങൾ. പഴയ എക്കൽ നിക്ഷേപങ്ങളാണ് ബങ്കർ എന്നറിയപ്പെടുന്നത്. പുതിയ എക്കൽ നിക്ഷേപങ്ങൾ ഖാദർ എന്നാണ് അറിയപ്പെടുന്നത്. എക്കൽ സമതല മേഖലയുടെ സവിശേഷമായ ഭൂരൂപങ്ങളാണ് നിക്ഷേപണ ഭൂരൂപങ്ങളായ നദീജന്യ ദ്വീപുകൾ, മണൽ വരമ്പുകൾ, ഡെൽറ്റകൾ, അതുപോലെ പിണഞ്ഞൊഴുകുന്ന അരുവികൾ, വലയങ്ങൾ, ഓക്സ്ബോ തടാകങ്ങൾ എന്നിവ. ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ ഭൂപ്രകൃതി വിഭാഗത്തിൽ കൃഷിക്ക് ഏറെ അനുയോജ്യമായ ഭൂവിഭാഗം എന്നറിയപ്പെടുന്നത് എക്കൽ സമതലങ്ങളാണ്. അപ്പോൾ നമ്മളിവിടെ പഠിച്ചത് ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യൻ സമതലത്തെ വടക്ക് നിന്ന് തെക്കോട്ട് 3 പ്രധാന ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ബാബർ, ടെറായ്, എക്കൽ സമതലങ്ങൾ. ഇത് 3 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി പഠിക്കാനുള്ളത് നദീജന്യ ദ്വീപുകൾ, നീർച്ചാൽ തിട്ടകൾ, മണൽ വരമ്പുകളാണ്. സമതലങ്ങളിൽ നദിയുടെ ഒഴുക്കും ആഴവും താരതമ്യേന വളരെ കുറവാണ്. ആയതിനാൽ അവ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ നദീചാലുകളിൽ ദ്വീപുകളായും, അതായത് നദീജന്യ ദ്വീപുകൾ, വശങ്ങളിൽ തിട്ടകളായും നിക്ഷേപിക്കപ്പെടുന്നു. പൊടിമണൽ, മണൽ, ചരൽ എന്നിവ ഉൾപ്പെടുന്ന അവസാദങ്ങൾ നദീതടത്തിൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്ന രേഖീയ ഭൂരൂപങ്ങളാണ് മണൽ വരമ്പുകൾ. അപ്പം നമ്മൾ എന്താ ഇവിടെ പറഞ്ഞത്? സമതലങ്ങളിൽ നദിയുടെ ആഴവും ഒഴുക്കും ഒക്കെ താരതമ്യേന കുറവാണ്. അപ്പം ഈ നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ നദീചാലുകളിൽ ദ്വീപുകളായിട്ട്, അതായത് നദീജന്യ ദ്വീപുകളായിട്ടും വശങ്ങളിൽ തിട്ടകളായിട്ടും നേർച്ചാൽ തിട്ടകളായിട്ടും നിക്ഷേപിക്കപ്പെടുന്നുണ്ട്. അതുപോലെ പൊടിമണൽ, മണൽ, ചരല് എന്നിവ ഉൾപ്പെടുന്ന അവസാദങ്ങൾ നദീതടത്തിൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്ന രേഖീയ ഭൂരൂപങ്ങളാണ് മണൽ വരമ്പുകൾ. ഇവിടെ കൊടുത്തിരിക്കുന്ന ഡയഗ്രാം ഏതാണ്? ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ഭൂപ്രകൃതി സവിശേഷതകൾ നമ്മൾ പഠിച്ചു. ബാബർ പഠിച്ചു, ടെറായ്, എക്കൽ സമതലങ്ങൾ, അതിൽ ബങ്കറും ഖാദറും പഠിച്ചു. ആ ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് നോക്കി വെക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെൽറ്റകളെ പറ്റിയാണ്. സമതലങ്ങളിലൂടെ ഒഴുകി നദീമുഖങ്ങളോട് അടുക്കുമ്പോൾ നദി വളരെ സാവധാനം ഒഴുകുന്നു. നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദത്തിന്റെ അളവ് കൂടുതലായതിനാലും നദീജലം കൂടുതലായതിനാലും മിക്ക നദികളും ഈ പ്രദേശത്ത് കൈവഴിയായി പിരിഞ്ഞൊഴുകുന്നു. അപ്പോൾ നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഈ കൈവഴികൾക്കിടയിൽ നിക്ഷേപിക്കപ്പെട്ട് ഏതാണ്ട് ത്രികോണാകൃതിയിലുള്ള ഭൂരൂപങ്ങൾ രൂപം കൊള്ളുന്നു. ഇവയാണ് ഡെൽറ്റകൾ. ഗ്രീക്ക് അക്ഷരമാലയിലെ ഡെൽറ്റ എന്ന അക്ഷരത്തിന്റെ ആകൃതിയോട് സാമ്യമുള്ളത് കൊണ്ടാണ് ഇവയ്ക്ക് ഈ പേര് വന്നത്. അപ്പം എന്താണ് ഡെൽറ്റ? ഒരു നദി സമതലങ്ങളിലൂടെ ഒഴുകി നദീമുഖങ്ങളോട് അടുക്കുമ്പോൾ നദി വളരെ സാവധാനമാണ് ഒഴുകുക. കാരണം എന്താണ്? നദി ഒരുപാട് അവസാദങ്ങളും വഹിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഈ അവസാദങ്ങളുടെ അളവ് കൂടുതലായതിനാലും നദിയിലെ ജലം കൂടുതലായതിനാലും മിക്ക നദികളും ഈ പ്രദേശത്തെത്തുമ്പോൾ പല കൈവഴികളായിട്ട് പിരിഞ്ഞൊഴുകാൻ തുടങ്ങും. അപ്പം നദികൾ ഈ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഈ കൈവഴികൾക്കിടയിൽ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊള്ളുന്ന ത്രികോണാകൃതിയിലുള്ള ഭൂരൂപങ്ങളാണ് ഡെൽറ്റകൾ. ഗ്രീക്ക് അക്ഷരമാലയിലെ ഡെൽറ്റ എന്ന അക്ഷരത്തിന്റെ ആകൃതിയോട് സാമ്യമുള്ളത് കൊണ്ടാണ് ഇവയ്ക്ക് ഈ പേര് നൽകിയത് എന്ന കാര്യം കൂടെ ഓർത്തു വെക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ കാലാവസ്ഥ. ശൈത്യകാലമാണ് ആദ്യം പറയുന്നത്. ഉത്തരേന്ത്യയിൽ സാധാരണയായി നവംബർ മധ്യത്തോടെയാണ് ശൈത്യകാലം എത്തുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ തണുപ്പേറിയ മാസങ്ങൾ ഡിസംബറും ജനുവരിയുമാണ്. ഈ കാലയളവിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. കാലാവസ്ഥയെ മിതപ്പെടുത്തുന്ന സമുദ്രത്തിന്റെ സ്വാധീനത്തിൽ നിന്നും ഏറെ അകലെയാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ മിക്ക പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയൻ പർവ്വതനിരകളിലെ മഞ്ഞുവീഴ്ച അതിശക്തമായ ശീതക്കാറ്റിന് കാരണമാകുന്നു. പശ്ചിമേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഹിമം, മൂടൽമഞ്ഞ്, ശീതതരംഗം എന്നിവയ്ക്ക് കാരണമാകുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള സൂര്യന്റെ അയനം, ഇതൊക്കെയാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടാൻ കാരണം. ഒന്നുകൂടെ പറയാം. ഉത്തരേന്ത്യയിൽ ശൈത്യകാലം എത്തുന്നത് നവംബർ മാസത്തോടെയാണ്. എന്നാൽ ഡിസംബർ, ജനുവരി മാസങ്ങളിൽ അതിശൈത്യമാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അനുഭവപ്പെടുന്നത്.
ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടാനുള്ള കാരണങ്ങളാണ് ഈ പറയുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ മിക്ക പ്രദേശങ്ങളും സമുദ്രത്തിന്റെ സ്വാധീനത്തിൽ നിന്നും ഏറെ അകലെയാണ് എന്നുള്ളതാണ് ഒരു കാരണം. അതുപോലെ ഹിമാലയ പർവ്വത നിരകളിലെ മഞ്ഞുവീഴ്ച ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശക്തമായ ശീതക്കാറ്റിന് കാരണമാകും. ഇതും ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടാനുള്ള ഒരു കാരണമാണ്. അതുപോലെ ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് പ്രദേശങ്ങളിലെ ഹിമം, മൂടൽമഞ്ഞ്, ശീതതരംഗം എന്നിവയ്ക്കൊക്കെ കാരണമാകുന്നത് എന്താണ്? പശ്ചിമേഷ്യയിൽ നിന്ന് വീശുന്ന ശീതക്കാറ്റാണ്. അതുപോലെ ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള സൂര്യന്റെ അയനവും ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടാനുള്ള ഒരു പ്രധാന കാരണമാണ്. ശൈത്യകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നേരിയ മഴയും ഉണ്ടാവാറുണ്ട്. അടുത്തത് ഉഷ്ണകാലം. മാർച്ച് മാസത്തോടെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താപനില ഉയരാൻ തുടങ്ങും. ഏപ്രിൽ, മെയ്, ജൂൺ എന്നീ മാസങ്ങളിലാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലം അതികഠിനമാണ്. മെയ് മാസത്തോടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ താപനില 48 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട്. മെയ്, ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്നും ഗംഗാ സമതലത്തിലേക്ക് ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റുകൾ വീശാറുണ്ട്. ലൂ എന്നറിയപ്പെടുന്ന ഈ ഉഷ്ണക്കാറ്റുകൾ ഉത്തരേന്ത്യൻ സമതലത്തിലെ താപനില ഗണ്യമായി ഉയർത്തുന്നു. പഞ്ചാബ്, ഹരിയാന, കിഴക്കൻ രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ വൈകുന്നേരങ്ങളിൽ പൊടി നിറഞ്ഞ കാറ്റുകൾ സാധാരണയാണ്. ഇത്തരം കാറ്റുകൾ ചെറിയ തോതിലുള്ള മഴയ്ക്ക് കാരണമായതിനാൽ അതികഠിനമായ വേനൽ ചൂടിൽ നിന്നും അല്പം ആശ്വാസം ലഭിക്കുന്നു. മാർച്ച് മാസത്തോടെയാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താപനില ഉയരാൻ തുടങ്ങുന്നത്. എന്നാൽ ഏപ്രിൽ, മെയ്, ജൂൺ മാസമാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ ഉഷ്ണകാലം എന്ന് പറയുന്നത്. മെയ് മാസമൊക്കെ ആവുമ്പോഴേക്ക് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ താപനില 48 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ഉയരാറുണ്ട്. അതുപോലെ മെയ്, ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്നും ഗംഗാ സമതലത്തിലേക്ക് വീശുന്ന അതിശക്തമായ വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ. അടുത്തത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം. മാർച്ച് മാസത്തോടെ ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ താപനില ഗണ്യമായി ഉയരുന്നു. തൽഫലമായി ഇവിടെ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദ മേഖലയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ആകർഷിക്കുന്നത്. 2 ശാഖകളായാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രവേശിക്കുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് പ്രവേശിക്കുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന്റെ ശാഖകളാണ് അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയും. നമ്മൾ എന്താണ് ഇവിടെ പറഞ്ഞത്? മാർച്ച് മാസത്തോടെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താപനില ഗണ്യമായി ഉയരും. അപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ ഇവിടെ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദ മേഖലയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ആകർഷിക്കുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രവേശിക്കുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന്റെ ശാഖകൾ 2 ശാഖകളുണ്ട്. ആ ശാഖകൾ ഏതൊക്കെയാണ്? അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയും. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ മാപ്പിൽ നോക്കിയാൽ കാണാൻ കഴിയും. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രവേശിക്കുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന്റെ ശാഖകൾ, ഒന്ന് അറബിക്കടലിൽ നിന്ന് വരുന്ന ശാഖയും മറ്റേത് ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വരുന്നതും. അപ്പം അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയുമാണ് ഈ മാപ്പിൽ കാണിച്ചിരിക്കുന്നത്. സുന്ദരവനം ഡെൽറ്റ പ്രദേശത്തിലൂടെ കരയിലേക്ക് പ്രവേശിക്കുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ 2 ഉപശാഖകളായിട്ട് പിരിയുന്നു. ആ മാപ്പിൽ നോക്കിയാൽ കാണാൻ കഴിയും. സുന്ദരവനം ഡെൽറ്റ പ്രദേശത്തിലൂടെ കരയിലേക്ക് പ്രവേശിക്കുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ 2 ഉപശാഖകളായിട്ട് പിരിയുന്നുണ്ട്. ഒന്ന് കിഴക്ക് ദിശയിൽ ബ്രഹ്മപുത്ര സമതലത്തിൽ പ്രവേശിച്ച് അവിടെ വൻതോതിൽ മഴ നൽകുന്നു. മറ്റൊന്ന് പടിഞ്ഞാറ് ദിശയിൽ ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന ഉപശാഖയാകട്ടെ പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിൽ മഴ നൽകി മുന്നേറുന്നു. ഇത് ആരവല്ലി പർവ്വത നിരയ്ക്ക് സമാന്തരമായി നീങ്ങുന്ന അറബിക്കടൽ ശാഖയുമായി പഞ്ചാബ് സമതലത്തിൽ വെച്ച് കൂടിച്ചേരുകയും പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ അടിവാര മേഖലയിൽ വരെ മഴയെത്തിക്കുകയും ചെയ്യുന്നു. അപ്പം നമ്മളിവിടെ പറഞ്ഞത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രവേശിക്കുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന് 2 ശാഖകളാണുള്ളത്. ഒന്ന് അറബിക്കടൽ ശാഖയും രണ്ടാമത്തേത് ബംഗാൾ ഉൾക്കടൽ ശാഖയും. സുന്ദരവനം ഡെൽറ്റ പ്രദേശത്തിലൂടെ കരയിലേക്ക് പ്രവേശിക്കുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ 2 ഉപശാഖകളായിട്ടാണ് പിരിയുന്നത്. ഒന്ന് കിഴക്ക് ദിശയിലേക്കും മറ്റൊന്ന് പടിഞ്ഞാറ് ദിശയിലേക്കുമാണ് പോകുന്നത്. കിഴക്ക് ദിശയിലൂടെ പോകുന്ന ഉപശാഖ ബ്രഹ്മപുത്ര സമതലത്തിൽ പ്രവേശിച്ചിട്ട് അവിടെ വൻതോതിൽ മഴ നൽകുന്നു. എന്നാൽ പടിഞ്ഞാറ് ദിശയിൽ ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന ഉപശാഖ പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിലാണ് മഴ നൽകുന്നത്. പടിഞ്ഞാറ് ദിശയിലേക്ക് പോകുന്ന ബംഗാൾ ഉൾക്കടലിന്റെ ഉപശാഖയും
അറബിക്കടൽ ശാഖയും കൂടെ പഞ്ചാബ് സമതലത്തിൽ വെച്ച് കൂടിച്ചേരുകയും പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ അടിവാര മേഖലയിൽ മഴ ലഭിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. ബാക്കി ഭാഗം നോക്കാം. ഉത്തരേന്ത്യൻ സമതല പ്രദേശത്തെ പ്രധാന മഴക്കാലം എന്ന് പറയുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്. അടുത്തത് വടക്കു കിഴക്കൻ മൺസൂൺ കാലം. സൂര്യന്റെ ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള അയനം മൂലം ഉത്തരേന്ത്യൻ സമതലത്തിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദ മേഖല ക്രമേണ തെക്കോട്ട് പിൻവാങ്ങുന്നു. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ കാലത്ത് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് ഉച്ചമർദ്ദ മേഖല രൂപപ്പെടുകയും ഇവിടെ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുകയും ചെയ്യുന്നു. ഈർപ്പരഹിതമായ ഈ കാറ്റ് വടക്കുകിഴക്ക് ദിശയിൽ നിന്നുമായതിനാലാണ് ഈ കാലത്തെ വടക്കുകിഴക്കൻ മൺസൂൺ കാലം എന്ന് വിളിക്കുന്നത്. ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഈ കാലയളവിനെ ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും ഉയർന്ന താപനിലയും ദിനാവസ്ഥയെ കൂടുതൽ ദുസ്സഹമാക്കുന്നു. ഈ പ്രതിഭാസത്തെ ഒക്ടോബർ ചൂട് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പം നമ്മളിവിടെ പറഞ്ഞത് എന്താണ്? മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്ന് വിശേഷിപ്പിക്കുന്ന വടക്കു കിഴക്കൻ മൺസൂൺ കാലം ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് ഉച്ചമർദ്ദ മേഖല രൂപപ്പെടുകയും ഇവിടെ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുകയും ചെയ്യുന്നു. ഈർപ്പരഹിതമായ ഈ കാറ്റ് വടക്ക് കിഴക്ക് ദിശയിൽ നിന്നുമായതിനാലാണ് ഈ കാലത്തെ വടക്കു കിഴക്കൻ മൺസൂൺ കാലം എന്ന് വിളിക്കുന്നത്. അതുപോലെ ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഈ കാലയളവിലെ ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും ഉയർന്ന താപനിലയും ദിനാവസ്ഥയെ കൂടുതൽ ദുസ്സഹമാക്കുന്ന പ്രതിഭാസമാണ് ഒക്ടോബർ ചൂട് എന്നറിയപ്പെടുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങളെ പറ്റിയാണ്. ഉത്തരേന്ത്യൻ സമതലത്തിലെ നൈസർഗിക സസ്യജാലങ്ങൾക്കും ഏറെ വൈവിധ്യമുണ്ട്. ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിന്റെ സ്വഭാവം എന്നീ ഘടകങ്ങളാണ് നൈസർഗിക സസ്യജാലങ്ങളിലെ ഈ വൈവിധ്യത്തിന് കാരണം. മനുഷ്യന്റെ ഇടപെടലുകളില്ലാതെ ദീർഘകാലം ഒരു പ്രദേശത്തെ മണ്ണിനെയും കാലാവസ്ഥയെയും മാത്രം അനുകൂല ഘടകങ്ങളാക്കി വരുന്ന സസ്യങ്ങളാണ് നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞതിൽ നൈസർഗിക സസ്യജാലങ്ങളിലെ വൈവിധ്യത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിന്റെ സ്വഭാവം. നൈസർഗിക സസ്യജാലങ്ങളിലെ വൈവിധ്യത്തിന് കാരണമാകുന്ന ഘടകങ്ങളാണ് ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിന്റെ സ്വഭാവം. അതുപോലെ മനുഷ്യന്റെ ഇടപെടലുകളില്ലാതെ ദീർഘകാലം ഒരു പ്രദേശത്തെ മണ്ണിനെയും കാലാവസ്ഥയെയും മാത്രം അനുകൂല ഘടകങ്ങളാക്കി വളരുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്ന പേരാണ് നൈസർഗിക സസ്യജാലങ്ങൾ. മനുഷ്യന്റെ ഇടപെടൽ ഒന്നുമില്ലാണ്ട് ദീർഘകാലം ഒരു പ്രദേശത്തെ മണ്ണിനെയും കാലാവസ്ഥയെയും മാത്രം അനുകൂല ഘടകങ്ങളാക്കി വളരുന്ന സസ്യങ്ങളാണ് ഇത് നൈസർഗിക സസ്യജാലങ്ങൾ. ഉത്തരേന്ത്യൻ സമതലത്തിൽ പൊതുവെ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലങ്ങളാണ് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ, ഉഷ്ണമേഖല മുൾക്കാടുകൾ, ചതുപ്പുനില വനങ്ങൾ. ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെ രണ്ടായി തിരിക്കാം. വരണ്ട ഇലപൊഴിയും കാടുകൾ, ആർദ്ര ഇലപൊഴിയും കാടുകൾ എന്നിവയാണ് അവ. 70 സെന്റിമീറ്ററിനും 100 സെന്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് വരണ്ട ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. വരണ്ട അന്തരീക്ഷ സ്ഥിതിയിൽ ഏകദേശം 6 മുതൽ 8 ആഴ്ച വരെ ഈ സസ്യങ്ങൾ ഇലപൊഴിക്കുന്നു. ഉത്തർപ്രദേശിലെ സമതലങ്ങളിലും ബീഹാറിലും വരണ്ട ഇലപൊഴിയും വനങ്ങൾ കാണപ്പെടുന്നു. അപ്പം നമ്മൾ പറഞ്ഞു ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് വരണ്ട ഇലപൊഴിയും കാടുകളും മറ്റേത് ആർദ്ര ഇലപൊഴിയും കാടുകളും. വരണ്ട ഇലപൊഴിയും കാടുകൾ 70 സെന്റിമീറ്ററിനും 100 സെന്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. വരണ്ട അന്തരീക്ഷ സ്ഥിതിയിൽ ഏകദേശം 6 മുതൽ 8 ആഴ്ച വരെ ഈ സസ്യങ്ങൾ ഇല പൊഴിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഉത്തർപ്രദേശിലെ സമതല പ്രദേശങ്ങളിലും ബീഹാറിലും ഒക്കെയാണ് വരണ്ട ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. അടുത്തത് ആർദ്ര ഇലപൊഴിയും കാടുകൾ. 100 സെന്റിമീറ്ററിനും 200 സെന്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന ടെറായ്, ബാബർ മേഖല ഉൾപ്പെടുന്ന സിവാലിക് താഴ്വര, ഒഡീഷയിലെയും പശ്ചിമ ബംഗാളിലെയും ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. തേക്ക്, സാൽ ശിഷാം, മഹുവ, നെല്ലി, ചന്ദനം എന്നിവ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളിൽ കാണപ്പെടുന്ന ചില സസ്യവർഗങ്ങളാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താരതമ്യേന മഴ കൂടുതൽ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ തേക്കും മറ്റ് വൃക്ഷങ്ങളും അവയ്ക്കിടയിൽ പുൽമേടുകളും കാണപ്പെടുന്നു. വരൾച്ച കാലത്തിന്റെ തുടക്കത്തിൽ മരങ്ങളെല്ലാം പൂർണ്ണമായും ഇലകൾ പൊഴിക്കുന്നു എന്നതാണ് ആർദ്ര ഇലപൊഴിയും വനങ്ങളുടെ മറ്റൊരു പ്രത്യേകത.
അടുത്തത് ഉഷ്ണമേഖല ഉൾക്കാടുകളെ പറ്റിയാണ് പഠിക്കുന്നത്. മഴക്കുറവും കന്നുകാലി മേക്കലിന്റെ വർധനവും കാരണം ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ സസ്യജാലങ്ങൾ വളരെ കുറവാണ്. കാരണം എന്താണ്? മഴക്കുറവും കന്നുകാലി മേക്കലും ഒക്കെ കാരണം കൊണ്ടാണ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സസ്യജാലങ്ങളൊക്കെ വളരെ കുറയാൻ കാരണം. തെക്കു പടിഞ്ഞാറൻ പഞ്ചാബിലെ അർദ്ധവരണ്ട പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ ഹരിയാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണമേഖലാ ഉൾക്കാടുകൾ കാണപ്പെടുന്നുണ്ട്. ഒന്നുകൂടെ പറയാം. തെക്കു പടിഞ്ഞാറൻ പഞ്ചാബിലെ അർദ്ധവരണ്ട പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ ഹരിയാന, പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണമേഖലാ ഉൾക്കാടുകൾ കാണപ്പെടുന്നുണ്ട്. വൈവിധ്യമാർന്ന പുല്ലുകളും കുറ്റിച്ചെടികളും നിറഞ്ഞതാണ് ഉഷ്ണമേഖലാ ഉൾക്കാടുകൾ. ഉഷ്ണമേഖലാ ഉൾക്കാടുകളിലെ പ്രധാന സസ്യവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് ബാബുൽ, ബർ, വന്യ ഈന്തപ്പനകൾ, ഖയർ, വേപ്പ്, കെജ്രി, പലാസ് എന്നിവയാണ്. ഇവിടെയുള്ള പ്രധാന സസ്യവർഗ്ഗങ്ങളാണ് ബാബുൽ, ബർ, വന്യ ഈന്തപ്പനകൾ, ഖയർ, വേപ്പ്, കെജ്രി, പലാസ് എന്നിവ. 2 മീറ്റർ ഉയരത്തിൽ വരെ വളരുന്ന ടസോക്കി എന്ന പുല്ല് വിഭാഗങ്ങളും അടിക്കടിയായി ചിലയിടങ്ങളിൽ കാണപ്പെടുന്നു എന്ന കാര്യം കൂടെ ഓർത്തു വയ്ക്കും. അടുത്തത് ചതുപ്പുനില വനങ്ങളാണ്. രാജസ്ഥാനിലെ വിശാലമായ ഉപ്പുപാടങ്ങൾ, ശുദ്ധജല തടാകങ്ങൾ, ഗംഗാ സമതലത്തിലെ ശുദ്ധജല ചതുപ്പുകൾ, ബ്രഹ്മപുത്ര നദിയുടെ പ്രളയ സമതലങ്ങൾ, സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് ചതുപ്പുനില വനങ്ങൾ. പശ്ചിമ ബംഗാളിൽ ഗംഗാ സമതലത്തിന്റെ ചതുപ്പ് നിറഞ്ഞ അതിവിശാലമായ ഡെൽറ്റ പ്രദേശം ഏതാണ്? സുന്ദർബൻ ആണ്. പശ്ചിമ ബംഗാളിൽ ഗംഗാ സമതലത്തിന്റെ ചതുപ്പ് നിറഞ്ഞ അതിവിശാലമായ ഡെൽറ്റ പ്രദേശം സുന്ദർബൻ ആണ്. ഇവിടെ നിബിഡമായി കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് കണ്ടൽക്കാടുകൾ. സുന്ദർബൻ ഡെൽറ്റ പ്രദേശത്ത് നിബിഡമായിട്ട് കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് കണ്ടൽക്കാടുകൾ. റോയൽ ബംഗാൾ കടുവകളുടെ സങ്കേതം കൂടിയാണ് സുന്ദർബൻ. മത്സ്യങ്ങൾ ഉൾപ്പെടെ നിരവധി ജലജീവി വർഗങ്ങൾക്ക് കണ്ടൽ സസ്യങ്ങളുടെ വേരുകൾ സജീവ ആവാസ വ്യവസ്ഥ പ്രദാനം ചെയ്യുന്നു. വൈവിധ്യമാർന്ന പക്ഷികളുടെ അഭയകേന്ദ്രം കൂടിയാണ് കണ്ടൽക്കാടുകൾ. സുന്ദരി എന്ന ഇനം കണ്ടൽ ചെടികൾ സുന്ദർബൻ ഡെൽറ്റയുടെ പ്രത്യേകതയാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? പശ്ചിമ ബംഗാളിൽ ഗംഗാ സമതലത്തിന്റെ ചതുപ്പ് നിറഞ്ഞ അതിവിശാലമായ ഡെൽറ്റ പ്രദേശമാണ് സുന്ദർബൻ. സുന്ദർബൻ ഡെൽറ്റ പ്രദേശത്ത് നിബിഡമായി കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് കണ്ടൽക്കാടുകൾ. മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി ജലജീവി വർഗങ്ങൾക്ക് കണ്ടൽ സസ്യങ്ങളുടെ വേരുകളൊക്കെ സജീവമായിട്ടുള്ള ആവാസ വ്യവസ്ഥ പ്രദാനം ചെയ്യുന്നുണ്ട്. അതുപോലെ വൈവിധ്യമാർന്ന പക്ഷികളുടെ അഭയകേന്ദ്രം കൂടിയാണ് ഈ കണ്ടൽക്കാടുകൾ. സുന്ദരി എന്ന ഇനം കണ്ടൽ ചെടികൾ സുന്ദർബൻ ഡെൽറ്റയുടെ ഒരു പ്രധാന പ്രത്യേകതയാണ്. റോയൽ ബംഗാൾ കടുവകളുടെ സങ്കേതം കൂടിയാണ് സുന്ദർബൻ എന്ന കാര്യം ഓർത്തു വയ്ക്കുക. ഇന്ത്യയുടെ നൈസർഗിക സസ്യജാലങ്ങളാണ് ഈ മാപ്പിൽ കാണിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? കണ്ടൽക്കാടുകൾ, പർവ്വത വനങ്ങൾ, ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ, ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, ഉഷ്ണമേഖല മുൾക്കാടുകൾ. ഇനി നമ്മൾ പഠിക്കുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ മണ്ണിനങ്ങളെ പറ്റിയാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യാപകമായി കാണുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. മണൽ മണ്ണ് മുതൽ കളിമണ്ണ് വരെയുള്ള മണ്ണിനങ്ങളുടെ വ്യത്യസ്ത സ്വഭാവങ്ങൾ പുലർത്തുന്നവയാണ് എക്കൽ മണ്ണ്. രാജസ്ഥാനിൽ കുറഞ്ഞ വിസ്തൃതിയിൽ കാണപ്പെടുന്ന ഇവ ഗുജറാത്തിന്റെ സമതല പ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്നു. ഗംഗാ സമതലങ്ങളിൽ 2 വ്യത്യസ്തങ്ങളായ എക്കൽ മണ്ണിനങ്ങൾ രൂപം കൊണ്ടിട്ടുണ്ട്. ഖാദർ, ബങ്കർ എന്നിവയാണിവ. ബ്രഹ്മപുത്ര, ഗംഗാ സമതലങ്ങളുടെ കീഴ്ഘട്ടത്തിലും മധ്യഘട്ടത്തിലും ഇത്തരം മണ്ണ് കൂടുതൽ നേർത്തതും കളിമണ്ണ് കലർന്നതുമായി കാണപ്പെടുന്നു. കൃഷിക്ക് ഏറെ അനുയോജ്യമാണ് എക്കൽ മണ്ണ്. അപ്പോൾ ഇവിടെ എക്കൽ മണ്ണിനെ പറ്റിയാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. മണൽ മണ്ണ് മുതൽ കളിമണ്ണ് വരെയുള്ള മണ്ണിനങ്ങളുടെയൊക്കെ വ്യത്യസ്ത സ്വഭാവങ്ങൾ ഈ എക്കൽ മണ്ണിനുണ്ട്. രാജസ്ഥാനിൽ കുറഞ്ഞ അളവിൽ മാത്രമേ ഉള്ളൂ എക്കൽ മണ്ണ് കാണുന്നത്. എന്നാൽ ഗുജറാത്തിലെ സമതല പ്രദേശങ്ങളിൽ എക്കൽ മണ്ണ് വ്യാപകമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഗംഗാ സമതലങ്ങളിൽ രൂപം കൊണ്ടിട്ടുള്ള 2 വ്യത്യസ്ത തരം എക്കൽ മണ്ണാണ് ഖാദറും ബങ്കറും. കൃഷിക്ക് ഏറെ അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ്. അടുത്തത് ചെമ്മണ്ണിനെ പറ്റി പഠിക്കാം. മധ്യഗംഗാ സമതലത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലായി ചെമ്മണ്ണ് കാണപ്പെടുന്നു. ഇരുമ്പിന്റെ സാന്നിധ്യമാണ് ഈ മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്. ചെമ്മണ്ണ് കാണപ്പെടുന്നത് എവിടെയാണ്? മധ്യഗംഗാ സമതലത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലായിട്ടാണ് ചെമ്മണ്ണ് കാണപ്പെടുന്നത്. ചെമ്മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണം ഇരുമ്പിന്റെ സാന്നിധ്യമാണ്.
ബാക്കി ഭാഗം നോക്കാം. സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് ലവണമണ്ണ്. പൊതുവെ ഈ മണ്ണിൽ ഉപ്പിന്റെ അംശം കൂടുതലാണ്. മണലും പശിമ മണ്ണും കൂടിക്കലർന്ന മണ്ണാണിത്. ഡെൽറ്റ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന സമുദ്രജല കയറ്റമാണ് ഈ പ്രദേശങ്ങളിൽ ഇത്തരം മണ്ണുണ്ടാവാൻ കാരണമാകുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പലയിടങ്ങളിലും ജലസേചനത്തിലൂടെ തീവ്രകൃഷി നടത്തിയ ഇടങ്ങളിൽ എക്കൽ മണ്ണിന് ശോഷണം സംഭവിച്ച് ലവണമണ്ണായി മാറിയിട്ടുണ്ട്. പശ്ചിമ ബംഗാളിന്റെ തീരപ്രദേശങ്ങളിൽ പീറ്റുമണ്ണും കാണപ്പെടാറുണ്ട്. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറൻ രാജസ്ഥാൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് വരണ്ട മണ്ണ്. ഘടനാപരമായി മണൽ രൂപവും ലവണത്വ സ്വഭാവവുമുള്ള ഈ മണ്ണിൽ ജൈവാംശവും ജലാംശവും വളരെ കുറവായിരിക്കും. അതിനാൽ ഈ മണ്ണിൽ സസ്യവളർച്ചയ്ക്ക് ജലസേചനം അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ മണ്ണിനങ്ങളാണ് പഠിച്ചത്? ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ മണ്ണിനങ്ങൾ ഏതൊക്കെയാണ്? എക്കൽ മണ്ണ്, ചെമ്മണ്ണ്, ലവണമണ്ണ്, പീറ്റുമണ്ണ്, വരണ്ട മണ്ണ്. അതിൽ എക്കൽ മണ്ണും ചെമ്മണ്ണ് നമ്മൾ പഠിച്ചു. ലവണമണ്ണിനെ പറ്റി ഒന്നുകൂടെ പറയാം. സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് ലവണമണ്ണ്. ഈ മണ്ണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉപ്പിൻ്റെ അംശം കൂടുതലായിരിക്കും. മണലും പശിമ മണ്ണും കൂടി കലർന്ന മണ്ണാണ് ലവണമണ്ണ്. ഡെൽറ്റ പ്രദേശങ്ങളിൽ ലവണമണ്ണ് ഉണ്ടാകാൻ കാരണം എന്താ? ഈ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന സമുദ്രജല കയറ്റം കൊണ്ടാണ്. പീറ്റുമണ്ണ് കാണപ്പെടുന്നത് പശ്ചിമ ബംഗാളിന്റെ തീരപ്രദേശങ്ങളിലാണ് പീറ്റുമണ്ണ് കാണപ്പെടുന്നത്. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറൻ രാജസ്ഥാൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് വരണ്ട മണ്ണ്. ഘടനാപരമായിട്ട് മണൽ രൂപവും ലവണത്വ സ്വഭാവമുള്ള ഈ മണ്ണില് ജൈവാംശവും ജലാംശവും വളരെ കുറവാണ്. അതിനാൽ ഈ മണ്ണിൽ സസ്യവളർച്ച ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ജലസേചനം അനിവാര്യമാണ്. ഈ മാപ്പിൽ കാണിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ മണ്ണിനങ്ങളെ പറ്റിയാണ്. ഏതൊക്കെയാണ്? എക്കൽ മണ്ണ്, വരണ്ട മണ്ണ്, കറുത്ത മണ്ണ്, വനമണ്ണ്, ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, മഞ്ഞമണ്ണ്. ഇതൊക്കെയാണ് ഇന്ത്യയിലെ മണ്ണിനങ്ങൾ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ ജനജീവിതത്തെ പറ്റിയാണ്. ഫലഭൂയിഷ്ഠമായ എക്കൽ മണ്ണ്, നിരപ്പാർന്ന ഭൂപ്രകൃതി, എപ്പോഴും നീരൊഴുക്കുള്ള നദികൾ, അനുയോജ്യമായ കാലാവസ്ഥ തുടങ്ങിയവ ഉത്തര മഹാസമതലത്തിന്റെ സവിശേഷതകളാണ്. നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 1/4 ഭാഗത്തിനും താഴെയാണ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ വിസ്തീർണം. എന്നാൽ ഈ മഹാസമതലമാണ് ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ പകുതിയിലേറെയും ഉൾക്കൊള്ളുന്നത്. കാർഷിക മേഖലയെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പടുത്തുയർത്തുന്നതിൽ നിർണായക പങ്കാണ് വടക്കൻ സമതലങ്ങൾക്കുള്ളത്. ഇവിടെ ഗോതമ്പ്, നെല്ല്, ചണം, കരിമ്പ് തുടങ്ങിയ വ്യത്യസ്ത വിളകൾ വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നു. ജലസേചനത്തിന്റെ സഹായത്തോടെ അതിവിപുലമായുള്ള കൃഷിരീതി ഈ മഹാസമതലത്തെ ഇന്ത്യയുടെ ധാന്യപ്പുരയാക്കി മാറ്റി. താർ മരുഭൂമി ഒഴികെയുള്ള സമതലത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും റോഡുകളുടെയും റെയിൽപാതകളുടെയും അതിവിപുലമായ ശൃംഖലയുണ്ട്. ഇത് വലിയ തോതിലുള്ള വ്യവസായവൽക്കരണത്തിലേക്കും നഗരവൽക്കരണത്തിലേക്കും ഈ പ്രദേശത്തെ നയിക്കുന്നതിന് കാരണമായി. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ ജനജീവിതത്തെ പറ്റിയാണ് പറയുന്നത്. ഉത്തര മഹാസമതലത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഫലഭൂയിഷ്ഠമായ എക്കൽ മണ്ണുണ്ട്, നിരപ്പാർന്ന ഭൂപ്രകൃതിയാണ്, എപ്പോഴും നീരൊഴുക്കുള്ള നദികളുണ്ട്, അനുയോജ്യമായ കാലാവസ്ഥയാണ്. ഇന്ത്യയുടെ മൊത്തം ഭൂവിസ്തൃതിയുടെ 1/4 ഭാഗത്തിലും താഴെയാണ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ വിസ്തീർണം. എന്നാലും ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ പകുതിയിൽ ഏറെയും ഉൾക്കൊള്ളുന്നത് എവിടെയാണ്? ഉത്തര മഹാസമതലത്തിലാണ്. ഉത്തര മഹാസമതലത്തിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന വിളകളാണ് ഗോതമ്പ്, നെല്ല്, ചണം, കരിമ്പ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് അറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്, കാർഷിക കാലങ്ങൾ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വിളകൾ കൃഷി ചെയ്യുന്ന 3 വ്യത്യസ്ത കാർഷിക കാലങ്ങളാണ് ഖാരിഫ്, റാബി, സെയ്ദ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വിളകൾ കൃഷി ചെയ്യുന്ന 3 വ്യത്യസ്ത കാർഷിക കാലങ്ങൾ ഏതൊക്കെയാണ്? ഖാരിഫ്, റാബി, സെയ്ദ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിനോട് ചേർന്ന് വരുന്ന കാർഷിക കാലമാണ് ഖാരിഫ്. ശൈത്യകാലത്തിന്റെ വരവോടെ ആരംഭിക്കുന്ന കാർഷിക കാലം റാബിയാണ്. റാബി വിളകളുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സെയ്ദ്. ഒന്നുകൂടെ പറയാം, ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വിളകൾ കൃഷി ചെയ്യുന്ന 3 വ്യത്യസ്ത കാർഷിക കാലങ്ങളാണ് ഖാരിഫ്, റാബി, സെയ്ദ്. ഖാരിഫ് കാർഷിക കാലം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിനോട് ചേർന്ന് വരുന്ന കാർഷിക കാലമാണ്.
ശൈത്യകാലത്തിൻ്റെ വരവോടെ ആരംഭിക്കുന്ന കാർഷിക കാലമാണ് റാബി. റാബി വിളകളുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സെയ്ദ്. ഓരോ കാർഷിക കാലങ്ങളും അവയിൽ കൃഷി ചെയ്യുന്ന വിളകളുമാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഖാരിഫ് കാർഷിക കാലം എന്ന് പറയുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. ഖാരിഫ് കാർഷിക കാലം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. ഖാരിഫിലെ പ്രധാന വിളകളാണ് ഉഷ്ണമേഖലാ വിളയായ നെല്ല്, പരുത്തി, ചണം, ബജ്ര, തുവര. റാബി കാർഷിക കാലം ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ്. റാബി കാർഷിക കാലം ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ്. റാബി വിളകളാണ് മിതോഷ്ണ ഉപോഷ്ണ വിളകളായ ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് വർഗ്ഗങ്ങൾ, ബാർലി. സെയ്ദ് കാർഷിക കാലം ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ്. വേനൽക്കാല കാർഷിക കാലമാണ് സെയ്ദ്. പച്ചക്കറി, പഴങ്ങൾ, കാലിത്തീറ്റ എന്നിവയാണ് സെയ്ദിലെ പ്രധാന വിളകൾ. ഖാരിഫ് കാർഷിക കാലം എന്ന് പറയുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിനോട് ചേർന്ന് വരുന്ന കാർഷിക കാലമാണ് ഖാരിഫ്. ഖാരിഫ് വിളകളാണ് ഉഷ്ണമേഖലാ വിളകളായ നെല്ല്, പരുത്തി, ചണം, ബജ്ര, തുവര. റാബി കാർഷിക കാലം എന്ന് പറയുന്നത് ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ്. മിതോഷ്ണ ഉപോഷ്ണ വിളകളായ ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് വർഗ്ഗങ്ങൾ, ബാർലി എന്നിവയാണ് റാബി വിളകൾ. സെയ്ദ് കാർഷിക കാലം ആരംഭിക്കുന്നത് ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ്. വേനൽക്കാല കാർഷിക വിളയാണ് സെയ്ദ്. പച്ചക്കറി, പഴങ്ങൾ, കാലിത്തീറ്റ എന്നിവയാണ് സെയ്ദിലെ പ്രധാന വിളകൾ. ബാക്കി ഭാഗം നോക്കാം. ജലസമൃദ്ധി കൊണ്ടും ഫലസമൃദ്ധി കൊണ്ടും സവിശേഷമായ ഈ ഭൂപ്രകൃതിക്ക് ഇന്ത്യയിലെ സംസ്കാരം രൂപപ്പെടുത്തുന്നതിൽ ഗണ്യമായ പങ്കുണ്ട്. രാജ്യത്തിൻ്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി നിലകൊള്ളുന്നതിലൂടെ ഭക്ഷ്യസുരക്ഷ എന്ന സുപ്രധാനമായ ഉത്തരവാദിത്തമാണ് ഈ ഭൂപ്രകൃതി വിഭാഗം ഏറ്റെടുക്കുന്നത്. സമതലമേകുന്ന സഞ്ചാര വിനിമയ സൗകര്യങ്ങൾ സഹസ്രാബ്ദങ്ങൾ മുമ്പ് മുതൽക്കേ ജനങ്ങളുടെ വ്യാപനത്തിനും ഇടപഴകലിനും കളമൊരുക്കിയിട്ടുണ്ട്. അതിലൂടെ രൂപപ്പെട്ട മിശ്ര ബഹുസ്വര സംസ്കാരമാണ് ഇന്നത്തെ ഇന്ത്യയുടെ ശക്തിയും സൗന്ദര്യവും. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് രാജ്യത്തിൻ്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഉത്തരേന്ത്യൻ സമതലമാണ്. ഒന്നുകൂടെ പറയാം, രാജ്യത്തിൻ്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഉത്തരേന്ത്യൻ സമതലമാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച് കംപ്ലീറ്റ് ആക്കിയത് പുതിയ SCERT 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററുമായിട്ട് വരാം. അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.